ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീര അവിയലാണ്. ചക്കക്കുരു ചേർത്ത ചീര അവിയൽ. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേവിച്ചെടുത്ത ചക്കക്കുരുവാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചക്കക്കുരു ഉണ്ട്. ചീര അരിഞ്ഞതിൻ്റെ തണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 4-5 കൊച്ചുള്ളിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, 1 കതിർപ്പ് കറിവേപ്പിലയും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഇനി നമുക്ക് ചീരയുടെ തണ്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 കഷ്ണം മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇല കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇളക്കുന്നൊന്നുമില്ല, ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറി വന്നോട്ടെ. ഇലയ്ക്ക് അധികം വേവില്ലല്ലോ. ആവിയൊക്കെ കയറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ സമയത്ത് തന്നെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ചീര ഇല നന്നായി വെന്തോളും. അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് അരപ്പിന് ആ പാത്രം ഒന്ന് കഴുകി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് അരച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഇനിയൊന്ന് തട്ടിപ്പൊത്തി കൂടെ വെച്ച് കൊടുക്കാം. കാരണം അടിയിലുള്ളതൊക്കെ വെന്തിട്ടുണ്ട്, മുകളിലത്തെ ഇല മാത്രമാണ് വേവാത്തത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒന്ന് ആവി കയറി വന്നാൽ മതി. നമ്മുടെ അരപ്പ് വെന്ത കൂട്ടത്തിൽ ഇലയും കൂടെ വെന്തുകൊള്ളും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് പുളിയൊക്കെ പാകത്തിലാണോ എന്നൊന്ന് നോക്കിയേക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. വെള്ളം വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പില ഇതുപോലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്തു. ഇനിയൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് എടുക്കാം. നമ്മുടെ ചീര അവിയൽ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.